മമ്മൂട്ടിയെപ്പോലെ മഹാനായൊരു നടൻ, അദ്ദേഹം ഈ ഷൂട്ടിംഗ് തിരക്ക് ഇതെല്ലാം കഴിഞ്ഞ് ചികിത്സയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം വളരെ സ്നേഹത്തോടെ നിൽക്കുന്നു. അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന് പോലും ഈ ബുദ്ധിമുട്ടുകളും തിരക്കും ഷൂട്ടിങ്ങും എല്ലാം ഉണ്ടെങ്കിലും അവിടെ പോയി അത് കാണണം എന്ന് തോന്നുന്ന മഹത്തായൊരു മാതൃക നമുക്ക് ലോകത്തിന് മുൻപിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലേ? അതല്ലേ പ്രധാനം. അദ്ദേഹം പെരുമ്പടം പാലത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചെമ്പ് നിവാസിയായിരുന്നല്ലോ. ആ പഴയകാല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഇന്നത്തെ മാറ്റം ചേർത്ത് പിടിക്കൽ, എന്താണ് വികസനം, അത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം പ്രസക്തമാണ്. അല്ല, അതെല്ലാം ചില ആളുകൾ, ഞാൻ പറഞ്ഞപ്പോൾ ഇതിലൊന്നും ചില ആളുകൾ എന്തെങ്കിലും പ്രതികരണം നടത്തി, അതൊന്നും അല്ലല്ലോ. ഇവിടെ നാം കാണേണ്ടത് എന്താ, അദ്ദേഹത്തെ പോലൊരാൾ നടത്തിയ ഇതിൻ്റെ മികവ്, അത് ഈ പദ്ധതിയെ അംഗീകരിക്കൽ ലോകത്തിന് മുൻപിൽ അദ്ദേഹം അവിടെ പോയതോടുകൂടി കുറേ കൂടി വിസിബിലിറ്റി ആ പദ്ധതിക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ തോന്നിയതിന് മമ്മൂട്ടിയെ പോലുള്ള മഹാനടനോട് കേരളം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതാണ് പ്രധാനം. പെരുമ്പളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടി അടിസ്ഥാനത്തിലാണ് വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ളത്. നാം കാണേണ്ടത് ഇതെല്ലാം വരുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ ഉടൻ തന്നെ ഒരു ആക്രമണം എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും ഇറങ്ങാൻ പാടില്ല. നിങ്ങളെല്ലാവരും അത് എന്നിട്ട് ഇപ്പം പറയേണ്ടത് എന്താ, ജില്ലാ സെക്രട്ടറിയെ തള്ളി രാജീവ്, മമ്മൂട്ടി ഒപ്പം, ഇതിനെ നോക്കിയിട്ടുള്ള ചോദ്യമാണല്ലോ. അത് നേരത്തെ പറഞ്ഞില്ല, അത് മമ്മൂട്ടിയെ പോലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ മാതൃകയുണ്ടല്ലോ, ആ മാതൃക നമ്മളെല്ലാവരും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്ത് ഏതെങ്കിലും ഇതുണ്ട്. മമ്മൂട്ടിയെ പോലുള്ള ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അദ്ദേഹം ഇതിനിടയിൽ അവിടെ പോയല്ലോ, പെരുമ്പളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അത്തരം കാര്യങ്ങൾ നന്നായി ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എറണാകുളത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾക്കിടയിൽ തർക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ അങ്ങനെ വല്ല വെള്ളം വച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇത് എത്ര കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കനകേലുവിൻ്റെ പുതിയ സിദ്ധാന്തം വന്നിരിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്കണ്ഠയുണ്ടായോ? തെലുങ്കാനയിൽ നടക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറക്കില്ലല്ലോ. എത്ര ദിവസം തെലുങ്കാന പരസ്യം വരുന്നത്? നേരത്തെ രാജസ്ഥാൻ മാത്രമായിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ ഭരണം ഇല്ലാത്തതുകൊണ്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, രാജസ്ഥാനിൽ എന്നും രാജസ്ഥാൻ മാത്രം. തെലുങ്കാനയിലെ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞല്ലോ, കേരളത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുകയാണ്. നിങ്ങൾ ട്വിറ്റർ പഴയ എക്സൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ, കേരളത്തിന് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകണമല്ലോ. കാരണം ക്യാബിനറ്റ് റാങ്ക് കർണാടകയിലുള്ള ആളാണല്ലോ ഇവിടുത്തെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ കർണാടകയുടെ അദ്ദേഹം ബുദ്ധിപൂർവ്വമാണ്. ആദ്യം കർണാടകയിൽ വന്നാൽ ക്യാബിനറ്റ് റാങ്കുകാരൻ്റെ പ്രചരണത്തിന് വേണ്ടി കർണാടകയുടെ പണം ചെലവഴിക്കുന്നോ എന്ന് പെട്ടെന്ന് പകൽ വെളിച്ചം പോലെ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് കനകേലു ബുദ്ധിയിൽ താൻ ക്യാബിനറ്റ് റാങ്കുള്ള സ്റ്റേറ്റിൻ്റെ വേണ്ട, കോൺഗ്രസിന് അവശേഷിക്കുന്ന മറ്റൊരു സ്റ്റേറ്റിൻ്റെ ചെലവിലൂടെ നടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ പരസ്യം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ തെലുങ്കാനയിൽ ഇപ്പോൾ വേറെ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ പിന്നെയും തമിഴ്നാട് കൊടുക്കാൻ നമ്മൾ ചേർന്നെന്ന് കരുതാം. ഇത് തെലുങ്കാനക്കാരിവിടെ ആകെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്. തെലുങ്കാനയിൽ എന്ത് നടക്കുമെന്ന് ആലോചിക്കാൻ. ഇത്രയും പണം കോടികൾ ഒരു എങ്ങനെയാണ് പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുക്കുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം. അവനെക്കുറിച്ച് രോഷം കണ്ടില്ലല്ലോ. തെലുങ്കാനയിലെ ജനങ്ങളുടെ പണം ഇവിടെ കേരളത്തിന് ആളുകൾക്ക് വേണ്ടി പരസ്യത്തിന് ചെലവഴിക്കുമ്പോൾ അധികാര ദുർവിനിയോഗമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന നിങ്ങളൊന്നും ചോദിക്കാത്തെന്താ? നിങ്ങൾ ചോദിക്കണ്ടേ? അത് പറയുമ്പോൾ ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? അത് രാഹുൽ ഗാന്ധി കൊടുക്കുന്നതാണോ എന്ന് ചോദിക്കണ്ടേ?